ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷൻസിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ഡിറൈവ് ദ ഫിസിക്കൽ റിലേഷൻ. ശരിയാണോ? രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോ ഞാൻ വീണ്ടും അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. മക്കളെ കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല. വീണ്ടും അതേ ആപ്ലിക്കേഷൻ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പോ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡയമെൻഷൻസിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതാം. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. deduce an expression for എഴുതിക്കോളാം. deduce an expression for the time period of a pendulum. Deduce an expression for time period of pendulum. Deduce an expression for time period of pendulum. Factors depending on അതായത് ആ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. ഫസ്റ്റ് വൺ ലെങ്ത് ഓഫ് ദ പെൻഡുലം. ലെങ്ത് ഓഫ് ദ പെൻഡുലം എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കണ്ട. സെക്കൻഡ് വൺ മാസ് ഓഫ് ദ ബോബ്. ആൻഡ് തേർഡ് വൺ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. സാർ ക്വസ്റ്റ്യൻ മാറ്റിയേ ശ്രദ്ധിക്കണം. സോ deduce an expression for the time period of pendulum. Deduce an expression for the time period of pendulum. The factors depending are length of the pendulum, mass of the bob and acceleration due to gravity. അതായത് നമ്മളോട് ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. നമ്മളോട് ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 3 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ് ആൻഡ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? യെസ്. അപ്പോൾ സാറ് ചെയ്യാം അല്ലെ? ഞാൻ ചെയ്തുതരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എന്നാലും സാറ് ചെയ്തുതരാം. എല്ലാവരും എഴുതിയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സാറ് മാറ്റിയാണ് കേട്ടോ. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടൈം പീരീഡ് ഓഫ് പെൻഡുലം ആണ്. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെ, പെൻഡുലം എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പെൻഡുലം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പെൻഡുലം എന്താണെന്ന് അറിയാത്തവരുണ്ടാവും ചിലപ്പോ. അവർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഈ പെൻഡുലം എന്ന് പറയുന്നത്. അതായത് ഒരു കയറിന്മേ ഒരു മാസ്, അതായത് ഒരു കല്ല് എന്തെങ്കിലും ഒരു കയറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കല്ല് കെട്ടിയിട്ട് അത് പെൻഡുലായി. സിമ്പിൾ പെൻഡുലം കേട്ടോ. ഒരു കയറുമേ അറ്റത്ത് എന്ത് വേണം? ഒരു മാസ് വേണം. മാസ് എന്ന് പറയുമ്പോൾ കല്ലാവാം, മറ്റേ വുഡാവാം, എന്ത് വേണേലാവാം. അപ്പൊ ഒരു കയറുമേ ഒരു എന്ത് ചെയ്തിരിക്കുന്നു മക്കളെ? ഒരു കല്ല് കെട്ടിയിരിക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ പെൻഡുലം. ഓക്കെ, ഇതാണ് പെൻഡുലം. ഈ അടിയിൽ കെട്ടിയിരിക്കുന്ന ഈ മാസിനെയാണ് നമ്മൾ ബോബ് എന്ന് വിളിക്കണേ. ബോംബല്ല, ബോബ്, ബോബ് എന്ന് പറയുന്നത് ഈ അടിയിൽ കെട്ടിയിട്ടുള്ള ഈ മാസിനെയാണ്. ഈ കെട്ടി വെച്ചിരിക്കുന്ന ഈ പോയിന്റ് മുതൽ ആ ബോബിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് വിളിക്കാം. ലെങ്ത് ഓഫ് പെൻഡുലം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലസ് 1 തന്നെ പഠിക്കും. അപ്പോ ഈ കെട്ടി നിർത്തിയിരിക്കുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ കേട്ടോ. പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഈ ബോബിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഒരു ചരടുമേ ഒരു കയറുമേ ഒരു കല്ല് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതാണ് സിമ്പിൾ പെൻഡുലം. ആ കല്ലിനെയാണ് നമ്മൾ ബോബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കയറ് കെട്ടി തൂക്കിയിരിക്കുന്ന ആ പോയിന്റ് മുതൽ, പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ കല്ലിന്റെ സെന്റർ വരെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് പറഞ്ഞ് വിളിക്കുക. എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയില്ലേ? എന്താ സിമ്പിൾ പെൻഡുലം എന്ന് മനസ്സിലായില്ലേ? എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് മനസ്സിലായില്ലേ? ഒരു കയറുമേ ഒരു കല്ല് കെട്ടിരിക്കുക. കിട്ടിയില്ലേ?
ഇവിടെ സാധനങ്ങള് ഒരു വായിലിട്ട് വലുതും കോലിട്ട് അളക്കിയാലോ വലുതും പറയണോ. യെസ്, അതാണ് സിമ്പിൾ പെൻഡുലം. മക്കളെ ഇതിനെ ചെറുതായിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യാ, വലിച്ചു വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കണം. ഈ സിമ്പിൾ പെൻഡുലത്തിനെ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ച് ഇവിടത്തേക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കും. അത് കിടന്നിട്ട് എന്ത് ചെയ്യാൻ കൂടാ, അത് കിടന്നിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. കേട്ടിട്ടുണ്ടോ അവന്റെ വാക്ക് ഓസിലേഷൻ? യെസ്, ഓസിലേഷൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? അത് കിടന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അത്രേ ഉള്ളത്. യെസ്, അപ്പോ നമ്മള് ഒരു കല്ല് ഒരു കയറും ഒരു കല്ല് കെട്ടിയിട്ട് അതിനെയാണ് സിമ്പിൾ പെൻഡുലം കേട്ടോ. അതിങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഓസിലേഷൻ വിളിക്കുന്നത്. അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അതിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞേ, 3 ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവർ പറഞ്ഞത്. ലെങ്ത് ഓഫ് പെൻഡുലം, മാസ് ഓഫ് ദ ബോബ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോ നമ്മളോട് ടൈം പീരീഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള 3 ഫാക്ടറുകളും അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. ചെയ്യട്ടെ സാർ, തുടങ്ങട്ടെ. യെസ്, അപ്പൊ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ, ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ. സ്റ്റക്ക് ആവണ്ടോ, സ്റ്റക്ക് വരുന്നുണ്ടോ? FTയിലും സ്റ്റക്ക് വരൂ. മക്കളെ ഇപ്പൊ പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ. യെസ്, ഓക്കെ. പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ. അപ്പോ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, ടൈം പീരീഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സ്റ്റക്ക് ഇല്ലല്ലോ? ഉണ്ടോ? പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ കറക്റ്റാ. യെസ്, അപ്പൊ നമ്മള് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ കുറെ തവണ സാറ് പറയുന്നു ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, കണ്ടുപിടിക്കാൻ പോണേ. എത്ര ഫാക്ടർ തന്നിട്ടുണ്ട് അവര് കണ്ടുപിടിക്കാൻ വേണ്ടി? എത്ര ഫാക്ടർ അവർ തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി? ഈ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര ഫാക്ടർ അവർ തന്നിട്ടുണ്ട്? 3 ഫാക്ടറുകൾ തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദ ബോബ്, ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സാർ എഴുതാമോ ശ്രദ്ധിക്കുക. ആദ്യം കണ്ടുപിടിക്കാൻ പോണ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ്. ടൈം പീരീഡിന്റെ സിമ്പിളിറ്റി എഴുതി. സാർ എന്താ എഴുതിയ, വലിയ ഭീകരമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ടൈം പീരീഡിന്റെ സിമ്പിൾ സാർ ടി എന്ന് എഴുതി, കാണുന്നുണ്ടല്ലോ, ടി എന്ന് എഴുതി. ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത നമ്മുടെ അതേ പ്രോബ്ലം നിങ്ങൾ ഒന്ന് മുന്നിലോ നോട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണേ. ദ സെയിം സ്റ്റെപ്പ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതന്നെ ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഇതന്നെ ചെയ്യണേ. സോ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ ടൈം പീരീഡിന്റെ സിമ്പിൾ നമ്മൾ എഴുതി, ടി എന്ന് എഴുതി. ടി പ്രപ്പോർഷണൽ ടു എത്ര ഫാക്ടർ മക്കളെ? 3 എണ്ണം. ഏതൊക്കെയാ ഫാക്ടർ? ഒന്ന് ലെങ്ത് ഓഫ് പെൻഡുലം L, ലെങ്ത് ഓഫ് പെൻഡുലം L. രണ്ടാമത്തെ മാസ് ഓഫ് ദ ബോബ് M. മാസിന് നമ്മൾ M വെച്ച് റെപ്രസെന്റ് ചെയ്തു. ലെങ്ത് ഓഫ് പെൻഡുലം L, മാസ് ഓഫ് ദ ബോബ് M. മൂന്നാമത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് G. ക്ലിയർ അല്ലേ? 3 ഫാക്ടറുകൾ L, M, G. എഴുതാൻ അറിയില്ലെങ്കിൽ LKG പോലും പാസ്സാവാനുള്ള സ്റ്റാൻഡേർഡ് നിങ്ങൾക്കില്ലെന്നർത്ഥം
കേട്ടോ. LKG പോലും UKG കടക്കാനുള്ള സ്റ്റാൻഡേർഡ് നിങ്ങൾക്കില്ല നടത്തും ഈ സാധനം എഴുതാൻ പറ്റില്ലെങ്കിൽ. അപ്പൊ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, മാസ്, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. ഈ ലെങ്ത്തും മാസും ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി സാറിന് എവിടെ കിട്ടിയേ? സാറിന് ഇത് എവിടെന്നാ കിട്ടിയേ? എല്ലും എമ്മും G എഴുതാ എവിടെന്നാ കിട്ടിയേ? തന്നിട്ടോ? അത് തന്നിട്ടുള്ള ഡാറ്റയാണോ? യെസ്, അത് തന്നിട്ടുണ്ട്. വെറുതെ ക്വസ്റ്റ്യനിൽ നിന്ന് പറക്കിയെടുക്കേണ്ട ഡ്യൂട്ടി മാത്രം നിങ്ങൾക്കുള്ളൂ. വെറുതെ ക്വസ്റ്റ്യനിൽ നിന്ന് പിറക്കിയെടുക്കേണ്ട ഡ്യൂട്ടിയാണ് നിങ്ങൾക്കുള്ളത്. ലെങ്ത്തും മാസും ജിയും ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയാണ് 3 ഫാക്ടറുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. യെസ്, അത് എഴുതി വെച്ചു. ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തിട്ട് വെച്ചു? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചിഹ്നിട്ട് വെച്ചു. കുഴപ്പമുണ്ടോ? ടി എന്നിട്ടുള്ള കാരണം എന്താ? ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഇതിന്റെ മുകളിൽ ABC എഴുതാം. എന്തൊരു ബുദ്ധിമുട്ടാ നോക്കട്ടാ. യെസ്, ABC എഴുതും. ABC. ക്ലിയർ ആയോ? Is that clear? യെസ്, ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ? ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം പോയിട്ട് എന്ത് ചെയ്യണം? ഈക്വൽ ചിഹ്നം ഇടണം. അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞേ? പ്രൊപ്പോർഷണാലിറ്റി സൈൻ പോയിട്ട് ഈക്വൽ സൈൻ ഇടാം. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ പോയി ഈക്വൽ സൈൻ ഇടുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പഠിപ്പിച്ചിട്ടുണ്ട് സാറ്. അപ്പൊ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം പോയി, പ്രൊപ്പോർഷണൽ ചിഹ്നം പോയി, ഈക്വൽ ചിഹ്നം വരുമ്പോൾ ഒരു കോൺസ്റ്റന്റ് K വന്നു. L⁻A, M⁻B, G⁻C. ബുദ്ധിമുട്ടുണ്ടാവുകളെ. ഇത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്ലൈ ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ആ ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക. രണ്ട് സൈഡിലും നമ്മൾ ഡയമെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മക്കളെ ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്താ? T ആണ്. ടൈം പീരീഡിന്റെ ഡയമെൻഷൻ, ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈം ആണ് കേട്ടോ. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈം ആണ്, അതാ മനസ്സിലാക്കണം. അപ്പൊ ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്താണ്? ടൈമിന്റെ ഡയമെൻഷൻ തന്നെയാണ്, അത് T ആണ്. ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഇല്ല. നമ്മൾ പഠിച്ചത് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇല്ല. ലെങ്ത്തിന്റെ ഡയമെൻഷൻ L ആണ് അല്ലെ? ക്യാപിറ്റൽ L ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്. L-ന്റെ മുകളിൽ ആരെ കിടക്കണേ? A. അതേപോലെ 2 L-ന്റെ മുകളിൽ A. പിന്നെ ആരെ കിടക്കണേ? മാസ് ആണ് കാണുന്നത്. മാസിന്റെ ഡയമെൻഷൻ എന്താ? എഴുതണ്ടേ സാർ ഇവിടെ? മാസിന്റെ ഡയമെൻഷൻ M ആണ്. യെസ്, M എന്ന് എഴുതി. ⁻B എന്ന് എഴുതി. അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷന്റെ ഡയമെൻഷൻ എടുത്തുന്നുണ്ട്. G റിച്ച്, അതായത് സിമ്പിൾ ആണ് റിച്ച്. G എന്ന് പറയുന്നത് അതിന്റെ ഡയമെൻഷൻ G അല്ല. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ? പഠിപ്പിച്ചാണ്. ആക്സിലറേഷൻ ബുക്ക് മറിച്ച് നോക്ക്. LT⁻². അതാണ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്താ? LT⁻². Is that clear? ക്ലിയർ ആയില്ലേ മക്കളെ? യെസ്, അതെഴുതി വെച്ചു. ഓക്കെ. ഇത് T ഈക്വൽസ് മക്കളെ നോക്കടാ. ഇതിനെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. L⁻A. ഏതുകൂടെ? L⁻A. അടുത്തത് M⁻B. പോട്ടെ. അടുത്തത് മക്കളെ L⁻C. T⁻ എന്ത് എഴുതാം? T⁻²C. ഇവിടെ ടിയുടെ മുകളിൽ -2 ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു C എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? -2C. ക്ലിയർ? Is that clear for you? ക്ലിയർ ആണോ നോക്കണം? യെസ്, ക്ലിയർ ആണ്. Then T ഈക്വൽസ്. അപ്പോ അടുത്ത സ്റ്റേജ് നമുക്ക് ഇതുവരെ ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ. അടുത്ത സ്റ്റേജ് സാറ് വരയ്ക്കുന്നത് അല്ല എഴുതുന്നത് ശ്രദ്ധിക്കുക. എന്താ എഴുതണ്ടേ? ഈ എല്ലുകളെയൊക്കെ ഒരുമിച്ച് പറക്കി എഴുതുക. എന്താ ഇങ്ങനെ പറക്കി എഴുതാ? കാണിച്ചു തരാം. T ഈക്വൽസ് എന്തെഴുതാം? T ഈക്വൽസ് L എത്ര തവണ വന്നു നോക്കിയേ? L⁻A ഉണ്ട്, L⁻C ഉണ്ട്. എന്താ എഴുതണ്ടേ സാർ? L⁻A യും L⁻C യും വന്നു കഴിഞ്ഞാൽ എന്തെഴുതണം? L⁻A+C എന്ന് എഴുതണം അല്ലേ? L⁻A+C. നമുക്കറിയാം ഒരേ സാധനങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോ എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം.
സോറി പ്ലസ് ചെയ്യണം, പവറുകൾ പ്ലസ് ചെയ്യണം. അപ്പൊ ഒരേ സാധനങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോ പവറുകൾ പ്ലസ് ചെയ്യണം. അപ്പൊ LA/C നമ്മൾ ചെയ്യുമ്പോൾ LA+C. മക്കളെ M ഒറ്റയ്ക്കാണ്, മോൺസ്റ്റർ ഒറ്റയ്ക്ക് വന്നവൻ മോൺസ്റ്റർ. എമ്മിന് ഒറ്റയ്ക്കാണ്, M⁻B. ടൈം ടൈമും ഒറ്റയ്ക്കാണ്, അവനും മോൺസ്റ്റർ ആണ്. എത്രയാ? -2C. Is that clear? Is that clear? Yes. ഇനി ഒന്ന് കമ്പയർ ചെയ്യാ, 5ാം ക്ലാസ്സിലെ പിള്ളേര് കമ്പയർ ചെയ്യണ പോലെ ഒന്ന് കമ്പയർ ചെയ്യാ. ഇവിടെ ടൈമിന്റെ മുകളിൽ ആരാ? ഇവിടെ ടൈമിന്റെ മുകളിൽ ആരാ? റൈറ്റ് സൈഡിലെ ടൈമിന്റെ മുകളിൽ ആരാ? റൈറ്റ് സൈഡിലെ ടൈമിന്റെ മുകളിൽ ആരാ? -2C. ലെഫ്റ്റ് സൈഡിലെ ടൈമിന്റെ മുകളിൽ 1. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 1 എന്നർത്ഥം. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 1 എന്നർത്ഥം. അപ്പൊ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. -2C എഴുതാം മക്കളെ. ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയി എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയി എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റിലെ ടൈമിന്റെ മുകളിൽ -2C ആണ്. ഐ മീൻ റൈറ്റിലെ ടൈമിന്റെ മുകളിൽ -2C ആണ്. റൈറ്റിൽ ടൈമിന്റെ മുകളിൽ -2C ആണ്. ലെഫ്റ്റിൽ 1 ആണ്. സോ സാറിന് എന്ത് എഴുതാം മക്കളെ? -2C = 1, C = -1/2. കേട്ടോ, C = -1/2. ക്ലിയർ അല്ലേ? C -1/2 എന്ന് കിട്ടി. ഇസ് എ ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ? യെസ്. ഇവിടെ മാസിന്റെ മുകളിൽ ആരാ? മാസിന്റെ മുകളിൽ ആരാ? മാസിന്റെ മുകളിൽ ആരാ? B ആണ്. ലെഫ്റ്റ് സൈഡിൽ മാസ് കാണുന്നുണ്ടോ? യൂസ് യുവർ ബ്രെയിൻ. ലെഫ്റ്റ് സൈഡിൽ മാസ് കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ എഴുതാം മക്കളെ? B = 0. ലെഫ്റ്റ് സൈഡിൽ ഇല്ല. B = 0. ഇനി ലെങ്ത്തിന്റെ മുകളിൽ ആരാ നോക്കൂ. ലെങ്ത്തിന്റെ മുകളിൽ ആരാ നോക്കിയേ? ലെങ്ത്തിന്റെ മുകളിൽ A+C. ലെങ്ത്തിന്റെ മുകളിൽ A+C. ശരിയല്ലേ? ലെങ്ത്തിന്റെ മുകളിൽ A+C ആണ്. യെസ്, A+C ആണ്. A+C. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലെങ്ത് കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ലെങ്ത് ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ലെങ്ത് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ എഴുതാം മക്കളെ? A+C = 0. A+C = 0 എന്ന് എഴുതാം. അതിൽ C = എന്ത് കിട്ടിയിട്ടുണ്ട്? ഓൾറെഡി C = -1/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ A = എന്ത് വരും മക്കളെ? -C അല്ലെ? C ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ -C. അപ്പൊ A = -C. അതിൽ C എന്താണ്? C -1/2 ആണ്. A എന്ന് പറയുമ്പോൾ -1 കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ A = +1/2. ശരിയല്ലേ സാർ പറഞ്ഞത്? ശരിയല്ലേ? A = +1/2. +1/2 ആയി മാറി അല്ലെ? എടാ, A = -C ആണ്. അതിൽ C ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. വീണ്ടും ഒരു മൈനസ് വരുമ്പോൾ 2 മൈനസ് വരും, പ്ലസ് ആയി മാറും. സോ A = +1/2. അപ്പൊ എയും ബിയും സിയും കിട്ടി. ഇനി നമ്മൾ മറ്റേ ഇക്വേഷനിൽ പോവാ. ടൈം പീരീഡ് T = K × ഫസ്റ്റ് ഏത് ഇക്വേഷൻ? രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടാം സ്റ്റെപ്പിൽ ഏത് ഇക്വേഷൻ? ടൈം പീരീഡ് T = K × L⁻A എന്നല്ല എഴുതിയത് സാർ. L⁻A എന്നല്ല എഴുതിയത്. നിങ്ങൾ നോക്ക്, നിങ്ങൾ തൊട്ട് മുമ്പ് നോക്ക്. ഞാനിവിടെ മാച്ചു അത്. L⁻A എന്നല്ല എഴുതിയത്. ഞാൻ നോക്കടാ, L⁻A തന്നെയാണോ എഴുതിയത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ യെസ്, L⁻A തന്നെ എഴുതിയത്. A എത്ര മക്കളെ? 1/2 ആണ്. സോ A ക്ക് പകരം സാർ 1/2 കൊടുത്തോണ്ടാ. L⁻1/2. Then M⁻B എന്ന് എഴുതിയത് സാർ അല്ലെ? M⁻B എന്നാണ് എഴുതിയത്. യെസ്, ബി എത്രയാണ് നമുക്ക് കിട്ടിയത്? 0. G⁻, സാർ എന്താ എഴുതിയത്? G⁻C എന്നാണ് എഴുതിയത് സാർ. G⁻C. C എത്രയാണ് മക്കളെ? -1/2. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ. ടൈം പീരീഡ് T = K × L⁻1/2 M⁻0 അതേപോലെ G⁻−1/2. വേണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൂടി മാറ്റി എഴുതാം. വേണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? ടൈം പീരീഡ് T = K × മക്കളെ പവറിൽ 1/2 എന്നർത്ഥം അറിയുന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. ഈ പവറിൽ മുകളിൽ എഴുതിയിട്ടുള്ള പവറിൽ 1/2 വന്നു കഴിഞ്ഞാൽ എന്താർത്ഥം? പവറിൽ 1/2 വന്നു കഴിഞ്ഞാൽ അർത്ഥം റൂട്ട് എന്നാണ്. വെച്ചാ കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. റൂട്ട് എന്നാണ് അറിയുന്നത് കേട്ടാ. യെസ്, പവറിൽ 1/2 വന്നു കഴിഞ്ഞാൽ റൂട്ട് എന്നാണ്. അപ്പൊ സാർ ഒരു റൂട്ട് എന്ന് എഴുതി. അപ്പൊ L⁻1/2 പകരം സാറിന് എന്ത് എഴുതാം? റൂട്ട് L എന്ന് എഴുതാം. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക. പവറിൽ 1/2 വന്നു കഴിഞ്ഞാൽ എന്താർത്ഥം? റൂട്ട് എടുക്കാന്ന് അർത്ഥം. റൂട്ട് L. എമ്മിന്റെ മുകളിൽ 0 മക്കളെ. എമ്മിന്റെ മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ പവറിൽ 0 വന്നു കഴിഞ്ഞാൽ എടുക്കണം. പവറിൽ 0 വന്നു കഴിഞ്ഞാൽ അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കറിയാം പവറിന്റെ മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ എഴുതണ്ട. അപ്പൊ എമ്മിനെ നമ്മൾ എഴുതുകയില്ല. ഇനി ജിയുടെ മുകളിൽ
ജിയുടെ മുകളിൽ 1/2 വന്നിട്ടുണ്ട്. ജിയുടെ മുകളിൽ 1/2 വന്നിട്ടുണ്ട്. അപ്പൊ റൂട്ട് എടുക്കണം. ക്ലിയർ അല്ലേ? ജിയുടെ മുകളിൽ 1/2 വന്നിട്ടുണ്ട്. അപ്പൊ പവറിൽ 1/2 വന്ന് ഞാൻ എന്തെടുക്കണം എന്ന് സാറ് പറഞ്ഞു, റൂട്ട് എടുക്കുന്നു പറഞ്ഞു. പക്ഷെ വെറും 1/2 അല്ല, ഒരു -1/2 ഉണ്ട്. എന്ന് പറയുമ്പോൾ എന്താ എവിടെയാണെന്നറിയോ? ഈ പവറിന്റെ മുകളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഡിനോമിനേറ്ററിലാണ് അർത്ഥം. കേട്ടോ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെ. ജിയുടെ മുകളില് 1/2 വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് റൂട്ട്. റൂട്ട് ചെയ്യാണ്, റൂട്ട് ചെയ്യുന്ന എഴുതുന്നത്. പക്ഷെ വെറും 1/2 അല്ല മക്കളെ, -1/2 എന്നുള്ള സാധനം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ -1/2 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഡിനോമിനേറ്ററിൽ അടിയിൽ കൊണ്ട് എഴുതണം. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഇതിനടിയിലേക്ക് റൂട്ട് ചെയ്യുന്ന എഴുതുന്നു. ക്ലിയർ ആയോ? സോ ടൈം പീരീഡ് ഈക്വൽ ടു k into √L/√g. എന്തുകൊണ്ടാണ് സാർ റൂട്ട് ജിനെ താഴേക്ക് എഴുതിയത് സാർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ട്. കേട്ടോ, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് റൂട്ട് ജി താഴേക്ക് പോയത്. ഇനി എന്തുകൊണ്ടാണ് സാർ റൂട്ട് എഴുതിയത് സാർ? അവിടെ 1/2 ഉണ്ട്. ക്ലിയർ ആണല്ലോ സാർ പറഞ്ഞത്? സോ ടൈം പീരീഡ് ഈക്വൽ ടു k into രണ്ട് റൂട്ട് വരുമ്പോ നമുക്ക് ഒറ്റ റൂട്ടിൽ ഇങ്ങനെ ബൈ ചെയ്ത് എഴുതാം. ടൈം പീരീഡ് ഈക്വൽ ടു k into √L/g. എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവായികയുണ്ടോ? ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പിഞ്ചു പൈതലിന് മനസ്സിലാവാത്തുണ്ടോ? പിഞ്ചു പൈതലുകളുണ്ടോ? ഇല്ല. യെസ്, ഇതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. രണ്ട് എക്സാമ്പിൾസ് സാർ ചെയ്തോട്ടാ. ഫസ്റ്റ് എക്സാമ്പിൾ സെന്റിമെന്റൽ ഫോഴ്സ് ആണ്. ഇതിപ്പോ രണ്ടാമത്തെ എക്സാമ്പിൾ. യെസ്, ഓക്കെ. യെസ്, യെസ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി ആയാലോ? ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം അല്ലെ? ഒരൊറ്റ എക്സാമ്പിൾ കൂടി ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് കയറും. ഇപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ മക്കളെ? മനസ്സിലായി? ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രപ്പോർഷണൽ ചിഹ്നിടുക. ഞാൻ സാധ്യത പറഞ്ഞ് ശ്രദ്ധിച്ചേക്കട്ടെ. ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രപ്പോർഷണൽ ചിഹ്നിട്ടിട്ട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് എന്നുണ്ടാവും. അത് അതേപോലെ വരി വരിയായിട്ട് എഴുതി വെക്കുക. എന്തൊരു ബുദ്ധിമുട്ടാന്ന് നോക്കട്ടെ വരി വരിയായിട്ട് എഴുതി വെക്കാൻ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് അവരുടെ മുകളിൽ ABC എന്ന് വെറുതെ കൊടുക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ABC നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. എന്നിട്ട് രണ്ടാം സ്റ്റെപ്പിൽ എന്താ? ഈക്വൽ ചിഹ്നിട, കോൺസ്റ്റന്റ് വരിക. ഈക്വൽ ചിഹ്നിട, കോൺസ്റ്റന്റ് കൊടുക്കുക. എന്നിട്ട് ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക. ഡയമെൻഷൻ അപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടി എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ABC കണ്ടുപിടിക്കുക. ആ ABC കണ്ടുപിടിച്ച് പോയിട്ട് ആദ്യം കൊടുത്ത ഇക്വേഷനിൽ കൊടുത്ത് എഴുതുക. എന്തൊരു സിമ്പിളാന്ന് നോക്കും. ശരിയല്ലേ സാർ പറഞ്ഞു? ശരിയല്ലടാ മക്കളെ? യെസ്, യെസ്, യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. യെസ്, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. എഴുതിക്കോളൂടാ. ഇതാണ് ക്വസ്റ്റ്യൻ. ദ വെലോസിറ്റി v എഴുതിക്കോളൂ. സാറ് ബോർഡിൽ എഴുതാം. സാർ ബോർഡിൽ എഴുതാം. ബോർഡിൽ എഴുതാം. ബോർഡിൽ എഴുതാം. ഓക്കെ, എഴുതുക. ദ വെലോസിറ്റി v ഓഫ് വാട്ടർ വേവ്. ക്വസ്റ്റ്യൻ ആട്ടാ. The velocity v of water wave depend on the wavelength. Depend on the wavelength. Depend on the wavelength lambda. Wavelength lambda. Density of water rho. Density of water rho and acceleration due to gravity. And acceleration due to gravity. And acceleration due to gravity. Yes. Deduce an expression for the velocity of water wave. Velocity of water wave. Yes. എഴുതിയിരുന്നോ? എഴുതിയിരുന്നുണ്ടോ? Yes. The velocity v
of water wave depends on the wavelength lambda, density of water rho, and acceleration due to gravity g. അത് നമ്മൾ g ആണ് സിമ്പൽ, അത് നമ്മൾ ഇട്ടില്ല g. ഓക്കേ. Deduce an expression for the velocity of water wave. മക്കളെ എഴുതിയെടുത്താൽ പറയണം, എഴുതിയെടുത്താൽ സാറിനോട് പറയണം. എഴുതിയെടുത്തോ? ആ യെസ്. അപ്പൊ സാർ ഇത് വരച്ചുതരാം. ആ ഓക്കെ, എഴുതിയെടുത്തു. യെസ്. നമുക്ക് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് തന്നെ ചെയ്യാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? എന്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാറിന്റെ എന്തിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഡെഡ്യൂസ് ആൻ എക്സ്പ്രഷൻ ഫോർ എന്തിന്റെ? അയ്യോ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ റെസ്പോൺസ് ചെയ്യാൻ സമയമെടുക്കുന്നു എന്നാണ്. റെസ്പോണ്ട് ചെയ്യാൻ ഇത്രയും അധികം സമയമെടുക്കുന്ന കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇൻ മൈ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഓക്കെ, നിങ്ങൾ വെലോസിറ്റി വാരി വലിച്ചെഴുതണ്ട, വി എന്ന് എഴുതിയാൽ മതി എന്ന് സാറ് പറഞ്ഞു. സാറിന് മനസ്സിലാവും നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന്. വി എന്ന് എഴുതിയാൽ മതി. ഓക്കെ റൈറ്റ്. അപ്പൊ വി കുഴപ്പമില്ല. അപ്പോ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓടിക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ട നമ്മുടെ വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു. കണ്ടാ പ്രപ്പോർഷണൽ ചിഹ്നം ഒക്കെ സ്റ്റെപ്പ് പഴയതാണോ? യെസ്, പ്രപ്പോർഷണൽ ടു. എത്ര ഫാക്ടറുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു? എത്ര ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ ആലോചിച്ച് പറഞ്ഞ 3 ഫാക്ടറുകൾ. ഏതൊക്കെയാ 3 ഫാക്ടർ എന്ന് സാറ് പറയണോ? വേവ് ലെങ്ത്, ഡെൻസിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വേവ് ലെങ്ത്, ഡെൻസിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, 3 എണ്ണം. ഓക്കെ, അപ്പൊ നമുക്ക് വേവ് ലെങ്ത് ലാംഡയുടെ സിമ്പിൾ ഇട്ടാ ലാംഡ, ഡെൻസിറ്റിയുടെ സിമ്പിൾ റോ. അറിയില്ലെങ്കിൽ കേട്ട് പഠിച്ചോളൂ. ലാംഡയാണ് വേവ് ലെങ്ത്തിന്റെ സിമ്പിള്, റോ ആണ് ഡെൻസിറ്റിയുടെ സിമ്പിൾ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സിമ്പിൾ ജി. 3 ആൾക്കാർ. സോ വേവ് ലെങ്ത് വെലോസിറ്റി ഓഫ് വാട്ടർ വേവ് ഈസ് പ്രപ്പോർഷണൽ ടു ലാംഡ റോ ജി. മുകളിൽ എ ബി സി എന്ന് സാർ എഴുതി. കണ്ട എ ബി സി ഒന്നും ചെയ്തിട്ടില്ല, ഇത് പഴയ സ്റ്റെപ്പ് തന്നെ. എ ബി സി. അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതണ്ടേ സാർ എന്ന് പറഞ്ഞേ? അടുത്ത സ്റ്റെപ്പ് സാർ എന്ത് എഴുതണം? പ്രപ്പോർഷണാലിറ്റി ചിഹ്നം പോയിട്ട് എന്താക്കണം? അത് പറഞ്ഞാൽ മതി. പ്രപ്പോർഷണാലിറ്റി ചിഹ്നം പോയിട്ട് എന്ത് എഴുതണം? ഈക്വൽ ചിഹ്നം എത്തിക്കണം. യെസ്, ഓക്കെ. അപ്പൊ വെലോസിറ്റി v ഈക്വൽ ടു k. കണ്ട k ഇൻറ്റു ലാംഡ റേസ് ടു a റോ റേസ് ടു b g റേസ് ടു c. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ പറഞ്ഞേ? രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യണം. സോ അപ്ലൈ ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. കണ്ട അപ്ലൈ ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാമല്ലോ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു എന്താ എഴുതണ്ടേ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. അപ്പൊ സാധാരണ എഴുതി എൽ ടി റേസ് ടു -1 ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഇല്ല, പണ്ടുമില്ല, ഇപ്പോഴും ഇല്ല, പോട്ടെ. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ആ പേരിൽ തന്നെ അതിനുള്ള ഹിന്റ് ഉണ്ട്. വേവ് ലെങ്ത്, വേവിന്റെ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? അയ്യോ, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല സാർ. അല്ലെ, ലെങ്ത്തിന്റെ ഡയമെൻഷൻ എൽ റേസ് ടു എ. അപ്പൊ ലാംഡ ഞങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് പേടിക്കല്ലേ. വേവ് ലെങ്ത് ആ പേരിൽ തന്നെയുള്ള ലെങ്ത് ആണ് എൽ റേസ് ടു എ. ഡെൻസിറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി നമ്മൾ ഡയമെൻഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ml റേസ് ടു -3, that is density raised to b. Then acceleration due to gravity. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ എഴുതിയതാണ് acceleration due to gravity lt raised to -2 raised to c. ഇനി എന്താ ചെയ്യണ്ടേ? അടുത്ത സ്റ്റെപ്പും എൽ ടി റേസ് ടു -1 ഈക്വൽ ടു എൽ റേസ് ടു എ എം റേസ് ടു ബി എൽ റേസ് ടു -3b. സാറേ എഴുതിക്കൊണ്ടിട്ടാ. എൽ റേസ് ടു എ എം റേസ് ടു ബി. കണ്ടാ എം റേസ് ടു ബി എൽ റേസ് ടു -3 റേസ് ടു ബി. -3 റേസ് ടു ബി എന്ന് പറയുമ്പോൾ -3b ഇൻറ്റു ചെയ്യാം. -3b. ഇനി വീണ്ടും എൽ റേസ് ടു സി, പിന്നെ ടി റേസ് ടു -2 റേസ് ടു സി.
ടി റേസ് ടു മൈനസ് 2 റേസ് ടു സി എന്ന് പറയുമ്പോൾ എന്താ ടി റേസ് ടു മൈനസ് 2 സി. നിങ്ങൾ ഇങ്ങനെ സാധനം പഠിച്ചല്ലോ, എ റേസ് ടു എം റേസ് ടു എൻ പഠിച്ചിട്ടാ. എ റേസ് ടു എം റേസ് ടു എൻ പവറിന്റെ മുകളിൽ വീണ്ടും ഒരു പവർ വന്ന് എന്താ ചെയ്യണ്ടേ? പവറിന്റെ മുകളിൽ വീണ്ടും ഒരു പവർ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് പവർ തമ്മിൽ ഇൻഡു ചെയ്യണം. അതല്ല പഠിച്ചിട്ടുണ്ടാവും. യെസ്, എ റേസ് ടു എം എൻ. അതന്നെയാണോ സാർ ഇവിടെ ചെയ്യണേ? ഇവിടെ ടൈമിന്റെ മുകളിൽ -2 പവർ, ടൈമിന്റെ മുകളിൽ -2, അതിന്റെ മുകളിൽ വേറെ പവർ. അപ്പൊ എന്ത് ചെയ്യണം? ഈ പവർ തമ്മിൽ ഇൻഡു ചെയ്യണം, ടി റേസ് ടു -2 സി. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ, കിട്ടുന്നില്ല സാർ, അതിന് മാത്സ് അറിയില്ല. യെസ്, ക്ലിയർ ആയില്ലേ? അപ്പൊ മുകളിലത്തെ സ്റ്റെപ്പ് മാറ്റട്ടെ സാറ്, മുകളിലത്തെ സ്റ്റെപ്പ് മാറ്റട്ടെ. യെസ്, ഓക്കെ, ഗുഡ്. ഇനി എത്ര ലെങ്ത് നോക്കുക, അവരൊക്കെ ഒരുമിച്ച് കൂട്ടി എഴുതുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. യെസ്, എൽ ടി റേസ് ടു -1 ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എഴുതി. ഇതാ സാർ എൽ ടി റേസ് ടു -1 ഈക്വൽ ടു. മക്കളെ എൽ നോക്കാതെ വേണ്ട, എം നോക്കാം. എം ആകെ പറഞ്ഞുള്ളൂ എം റേസ് ടു ബി, എം ആകെ പറഞ്ഞുള്ളൂ എം റേസ് ടു ബി. ഇനി ലെങ്ത് നോക്കാം, എൽ റേസ് ടു മക്കളെ എ -3b സി, എ -3b സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എൽ റേസ് ടു എ -3b പ്ലസ് സി. ശരിയല്ലേ? ശരിയല്ലേ? എൽ റേസ് ടു എ -3b പ്ലസ് സി. ഓക്കെ, ശരി. ഇനി ടൈമിന്റെ മുകളിൽ എന്താ നോക്കി? ടൈം ആകെ പറഞ്ഞത് തന്നെയാണോ കേട്ടോ? ടൈം ആകെ പറഞ്ഞത് തന്നെയാണോ? ടൈമിന്റെ മുകളിൽ എത്രയാ? -2c. യെസ്, ടൈം ഈസ് ഈക്വൽ ടു -2c. Is that clear for you? Is that clear? Yes, ഇങ്ങനെ എഴുതി. ഇനി മക്കളെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നറിയോ? എമ്മിന്റെ മുകളിൽ ബി, റൈറ്റ് സൈഡില് എമ്മിന്റെ മുകളിൽ ബി. എളുപ്പമാണ്. ലെഫ്റ്റ് സൈഡിൽ എം ഉണ്ടോ? ചോദ്യം വളരെ സിമ്പിളാ. ലെഫ്റ്റ് സൈഡിൽ എം ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ എം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബി ഈക്വൽ ടു എന്ത് കൊടുക്കണം സാറ്? ബി ഈക്വൽ ടു എന്ത് എഴുതാം സാറിന്? ബി ഈക്വൽ ടു, യെസ്, വെരി ഗുഡ്, ബി ഈക്വൽ ടു 0. ബി ഈക്വൽ ടു 0 എഴുതി, അത് പോയി. പിന്നെ എളുപ്പം ടൈം കണ്ടുപിടിക്കാനാ. കാരണം ടൈമിന്റെ മുകളിൽ വലിയ നമ്പേഴ്സ് ഒന്നുമില്ല, ആകെ -2c ആവും. റൈറ്റ് സൈഡിലെ ടൈമിന്റെ മുകളിൽ -2c, റൈറ്റ് സൈഡിലെ ടൈമിന്റെ മുകളിൽ -2c, ലെഫ്റ്റ് സൈഡിൽ -1. അപ്പൊ എന്ത് ഇക്വേറ്റ് ചെയ്യാം മക്കളെ? എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? -2c ഈക്വൽ ടു എന്ത് എഴുതാം സാറിന്? -2c ഈക്വൽ ടു എന്ത് എഴുതാം? ഒന്ന് നോക്കടാ. -2c ഈക്വൽ ടു, യെസ്, -1 എന്ന് എഴുതാം. മൈനസും പോയി. 2c ഈക്വൽ ടു 1, c ഈക്വൽ ടു 1/2. ഓ, വാട്ട് എ സിമ്പിൾ. c ഈക്വൽ ടു 1/2. ബുദ്ധിമുട്ടാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. c ഈക്വൽ ടു 1/2. അപ്പൊ b ഈക്വൽ ടു 0 കിട്ടി, c ഈക്വൽ ടു 1/2 കിട്ടി. ഇനി ഇവിടെ ലെങ്ത്തിന്റെ മുകളിൽ ആരാ? ഇവിടെ ലെങ്ത്തിന്റെ മുകളിൽ ആരാ? a -3b പ്ലസ് c, a -3b പ്ലസ് c. ഇവിടെ ലെങ്ത്തിന്റെ മുകളിൽ ആരാ? ലെങ്ത്തിന്റെ മുകളിൽ വല്ലത് എഴുതിണ്ടാ? ഇവിടെ ലെങ്ത്തിന്റെ മുകളിൽ വല്ലത് എഴുതിണ്ടാ? അപ്പൊ ആരാ ലെങ്ത്തിന്റെ മുകളിൽ? യെസ്, 1 ആണ്. സോ a -3b പ്ലസ് c ഈക്വൽ ടു 1. അതിൽ തന്നെ b 0 ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതിൽ തന്നെ b 0 ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ബിക്ക് ഇവിടെ റോൾ ഇല്ല, ബിക്ക് അവിടെ റോൾ ഇല്ല, b 0 ആണ്. സോ a പ്ലസ് c ഈക്വൽ ടു 1, a പ്ലസ് c ഈക്വൽ ടു 1, a ഈക്വൽ ടു 1 മൈനസ് c, a ഈക്വൽ ടു 1 മൈനസ് c. അല്ല, c നെ അപ്പുറത്തേക്ക് എടുത്തു കേട്ടോ. a ഈക്വൽ ടു 1 മൈനസ് c. c നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 1/2. c ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 1/2. സോ a ഈക്വൽ ടു 1 മൈനസ് 1/2. 1 മൈനസ് 1/2 എത്രയാ? 1/2. 1 മൈനസ് 1/2 എത്രയാ? 1/2. സോ a ഈക്വൽ ടു എന്ത് കിട്ടി? 1/2. c ഈക്വൽ ടു എന്ത് കിട്ടി? 1/2. b ഈക്വൽ ടു എന്ത് കിട്ടി? 0. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ഇത് കൊണ്ടിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രണ്ടാം സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എയും ബിയും സിയും കൊണ്ടിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മക്കളെ. രണ്ടാം സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വെലോസിറ്റി v ഈക്വൽ ടു k ഇൻറ്റു ലാംഡ റേസ് ടു a എന്നാണ് സാർ എഴുതിയത് അല്ലേ? ലാംഡ റേസ് ടു a എന്നല്ലേ സാർ എഴുതിയത്? അല്ലടാ, ഒന്ന് മറിച്ച് നോക്കി പറ. സാർ അത് മാച്ച് കളഞ്ഞു. ലാംഡ റേസ് ടു a എന്നല്ലേ സാർ എഴുതിയത്? യെസ്, ലാംഡ റേസ് ടു a. എത്ര കിട്ടി നമുക്ക്? 1/2. സോ ലാംഡ റേസ് ടു 1/2. ഡെൻസിറ്റി റേസ് ടു b എന്നാണ് എഴുതിയത്. റോ റേസ് ടു b, ഡെൻസിറ്റി റേസ് ടു b. അപ്പൊ b എത്രയാണ് മക്കളെ? 0. ആക്സലറേഷൻ ടു ഗ്രാവിറ്റി റേസ് ടു c, അതും 1/2. ക്ലിയർ അല്ലേ സാർ എഴുതിയത്? ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. റോ റേസ് ടു 0 എഴുതി കഴിഞ്ഞാൽ അവൻ എഴുതേണ്ട ആവശ്യം എന്താ? 0 പവറിൽ വന്നു കഴിഞ്ഞാൽ എഴുതണ്ട. പിന്നെ നോക്കുമ്പോ ആരാ മക്കളെ? വെലോസിറ്റി v ഈക്വൽ ടു k ഇൻറ്റു, നോക്കണം മക്കളെ, പവറിൽ 1/2 ഒന്ന് എന്ത് ചെയ്യണം? പഠിപ്പിച്ചതാ. പവറിൽ 1/2 എന്താ ചെയ്യണ്ടേ?
ആണോ, പവറിൽ 1/2. സോ റൂട്ട് ലാംഡ, ഇവിടെയും 1/2 റൂട്ട് ജി. സോ റൂട്ട് ലാംഡ ഇൻറ്റു ജി, രണ്ടിനും റൂട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സാറ് ഒരുമിച്ച് റൂട്ട് എഴുതി അതിന്റെ ഉള്ളിലേക്ക് എടുത്തു. ഇപ്പൊ ജിയുടെ മുകളിലും 1/2 ഉണ്ട്, ലാംഡയുടെ മുകളിൽ 1/2 ഉണ്ട്. 1/2 റൂട്ട് ഉണ്ട്. അപ്പൊ ലാംഡയ്ക്ക് റൂട്ട് ഉണ്ട്, ജിക്ക് റൂട്ട് ഉണ്ട്. രണ്ടിനും റൂട്ടുള്ളതുകൊണ്ട് ഒരുമിച്ച് റൂട്ട് എഴുതി അതിന്റെ ഉള്ളിൽ എഴുതി. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ എത്ര ഇക്വേഷൻ കഴിഞ്ഞു? മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു ഒരേ ആപ്ലിക്കേഷൻ വെച്ച്. മതിയില്ലേ? ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരും, അത് ചെയ്തൂടെ? ഇന്ന് ഞാൻ ഒരു ഹോംവർക്ക് ഇട്ട് തരും, അത് ചെയ്തൂടെ? ഓക്കെ. യെസ്, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തോളോ. റൈറ്റ്. അപ്പോ ഞാൻ ഇന്നൊരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഹോംവർക്ക് ഞാൻ ഇട്ട് തരും, അത് നിങ്ങൾ ചെയ്ത് കാണിക്കാം. ഓക്കെ. യെസ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ മക്കളെ, മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാം. ടു കൺവേർട്ട് one system of unit into other. Yes, idana the third and the last application of dimension. Moon applications are nammal padippiche. First application to check the correctness of the equation. Second application nammal ipo cheyda problems to deduce the physical relation, and the third application to convert one system of unit into another system. അതായത് മക്കളെ ഞാൻ പറയണ ശ്രദ്ധിച്ചേക്കാം. നമ്മൾ മെയിൻ ആയിട്ടും പല യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ച് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചു പേർ അന്നുണ്ടായിരുന്നില്ല, കേൾക്കുക, അന്നില്ലാത്തവരും കേൾക്കുക. പണ്ട് കാലത്ത് ലോകത്ത് നിലനിന്നിരുന്ന കുറച്ച് യൂണിറ്റ് സിസ്റ്റങ്ങളെ കുറിച്ച് സാറ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റില് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CGS സിസ്റ്റം, SPS സിസ്റ്റം, MKS സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിസ്റ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? CGS, MKS, FPS. ഓക്കെ. ഇപ്പൊ പിന്നെ ഒരു SI സിസ്റ്റം. അങ്ങനെ നമ്മൾ പല 4 സിസ്റ്റങ്ങളെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് നമ്മൾ ലോകമെമ്പാടും യൂസ് ചെയ്യുന്ന സിസ്റ്റം SI ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമുക്ക് ലോകമെമ്പാടും യൂസ് ചെയ്യുന്ന സിസ്റ്റം SI ആണ്. ഇനി ഈ ഡയമെൻഷൻ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് സാർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ CGS സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റിന്റെ ഒരു വാല്യൂ തന്നു. CGS സിസ്റ്റത്തിൽ ഒരു വാല്യൂ തന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. CGS സിസ്റ്റത്തിൽ നമ്മളൊരു സാധനം മെഷർ ചെയ്തു. CGS നമ്മളൊരു സാധനം മെഷർ ചെയ്തു. CGS സിസ്റ്റത്തിൽ ഒരു സാധനം മെഷർ ചെയ്തു. പിന്നെ പെട്ടെന്ന് എനിക്ക് ഒരു ആഗ്രഹം, അയ്യോ അതിനെ SIയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഈ CGSലാണ് ഞാൻ മെഷർ ചെയ്തത്. അപ്പൊ മെഷർ ചെയ്തത് CGSലാണെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹം വരുന്നു അതിനെ എവിടേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന്, SIയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോ CGSൽ കിട്ടിയ വാല്യൂവിനെ എനിക്ക് എന്തിലേക്ക് മാറ്റാം? SIയിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡയമെൻഷൻ യൂസ് ചെയ്യാം. കേട്ടോ, ഇതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. കേട്ടോ, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻടു അനദർ. അതായത് ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ SIയിൽ കണ്ടുപിടിച്ചു. നോക്കൂ, SIയിൽ ഞാനൊരു സാധനം എടുത്തു. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി, എനിക്കൊരു ആഗ്രഹം. SIയിൽ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, SIയിൽ ഞാൻ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SIയിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? SI സിസ്റ്റം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തില് ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കേൾക്കുന്നതാ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. കേട്ടോ, ആർക്കും അത് പറയാൻ പറ്റുന്നില്ല. അതിപ്പോ എന്താന്ന് എനിക്കറിയില്ല. ന്യൂട്ടൺ എന്ന് പറയണ്ട, ഫോഴ്സിനെ നമ്മൾ പറയണ്ടോ മക്കളെ? ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് SI സിസ്റ്റം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പഠിക്കുന്നതൊക്കെ SI സിസ്റ്റം. കേട്ടോ, നിങ്ങളെ ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിച്ചു വരുന്ന സിസ്റ്റം SI ആണ്. നിങ്ങൾ അത് ഈ +1ലാണ് നിങ്ങൾ അതിനൊരു പേര് പഠിച്ചത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നും അത് SI സിസ്റ്റം ആണെന്നും നിങ്ങൾ +1 അറിഞ്ഞോളൂ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന SI സിസ്റ്റം. വെലോസിറ്റി യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ്. നമ്മൾ ചെറുതിൽ പഠിച്ചതാ, SI സിസ്റ്റം. കേട്ടോ, എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെയും വർക്കിന്റെ യൂണിറ്റ് എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എനർജിയുടെയും വർക്കിന്റെ യൂണിറ്റ് നിങ്ങൾ എന്താ പഠിച്ചാണ്? യെസ്, ഒരാള് പറഞ്ഞു, അടുത്ത ആൾ പറഞ്ഞു. 3 ജൂൾ എന്ന് പഠിച്ചിട്ടുണ്ട്. കേട്ടോ, SI സിസ്റ്റം. ജൂൾ എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മളത് SI സിസ്റ്റം ആണെന്ന് നമ്മൾ ഇപ്പൊ അറിയുന്നുള്ളൂ. നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്ന SI സിസ്റ്റം, അറിഞ്ഞോ അറിയാതെ. കേട്ടോ, പവറിന്റെ യൂണിറ്റ് എന്താ?
പവറിന്റെ യൂണിറ്റ് അറിയില്ല സാർ, അത് ഞങ്ങൾക്ക് അറിയില്ല സാർ അല്ലെ. പവറിന്റെ യൂണിറ്റ് അറിയില്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. വാട്ട് എന്നാണ് പവറിന്റെ യൂണിറ്റ്, കേട്ടുണ്ടോ? വാട്ട്. യെസ്, ഒരാൾ പറഞ്ഞു വാട്ട് എന്നാണ് പവറിന്റെ യൂണിറ്റ്. യെസ്, വാട്ട്. അത് SI സിസ്റ്റം കേട്ടോ. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പഠിക്കുന്നതൊക്കെ SI സിസ്റ്റം. ഇപ്പൊ മക്കളെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ഫോഴ്സ് മെഷർ ചെയ്തു. ഓക്കെ, ഞാനൊരു ഫോഴ്സ് മെഷർ ചെയ്തു. അതെനിക്ക് 10 ന്യൂട്ടൺ എന്നാണ് കിട്ടിയത് കേട്ടോ. ഞാൻ മെഷർ ചെയ്തത് SI സിസ്റ്റത്തിലാണ്. കാരണം ന്യൂട്ടണിലാണ് എനിക്ക് കിട്ടിയത്, ന്യൂട്ടണിൽ കിട്ടി. അപ്പൊ എനിക്കൊരു ഫോഴ്സ് 10 ന്യൂട്ടൺ കിട്ടി. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി വരികയാണ് മക്കളെ, 10 ന്യൂട്ടൺ എന്ന് എനിക്ക് ഇപ്പൊ കിട്ടിയ ഫോഴ്സ് ഏത് സിസ്റ്റത്തിലാണ്? 10 ന്യൂട്ടൺ എന്ന് എനിക്ക് ഇപ്പൊ കിട്ടിയ ഫോഴ്സ് ഏത് സിസ്റ്റത്തിലാണ്? പറയണ മക്കളെ, ഏത് സിസ്റ്റത്തിലാണ് 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടിയത്? യെസ്, SI സിസ്റ്റത്തിലാണ്. എനിക്കൊരു ആഗ്രഹം, ഇത് CGS-ലായിരുന്നെങ്കിൽ എത്രയായിരിക്കും ഇതിന്റെ വാല്യൂ? ഈ 10 ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ CGS-ൽ എന്തായിരിക്കും എന്ന് സാറിനൊരു ആഗ്രഹം വരും. നിങ്ങൾക്കൊരു ആഗ്രഹം ഒന്ന് ധരിക്കുക, CGS സിസ്റ്റത്തിൽ ഈ 10 ന്യൂട്ടന്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, നമുക്കൊരു ആഗ്രഹം വരും, ഈ 10 ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ CGS സിസ്റ്റത്തിൽ എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാം കേട്ടോ. അതാണ് അതിന്റെ പ്യുവർ ആപ്ലിക്കേഷൻ. ക്ലിയർ ആയോ മക്കളെ? എന്താണ് ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? മനസ്സിലായോ? ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറും. ന്യൂട്ടൺ നമുക്കറിയാമെങ്കിൽ അതിനെ CGS-ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി CGS-ലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെ SI-ലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ആരെ യൂസ് ചെയ്യുന്നു? ഡയമെൻഷനെ യൂസ് ചെയ്യുന്നു. സാർ ഒരു ഇക്വേഷൻ ആണ് ആദ്യം എഴുതി വെക്കാൻ പോണേ. ഓക്കെ, ഒരു ഇക്വേഷൻ സാർ എഴുതും. ആ ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞേ, ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞേ. സാർ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഈ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ മക്കളെ N2 ഈക്വൽസ്, എഴുതി വെച്ചോട്ടോ, എന്റെ കൂടെ എഴുതാം. N2 ഈക്വൽസ് N1 into M1 by M2 raised to A, L1 by L2 raised to B, and T1 by T2 raised to C. So this is the equation. ഇതൊരു ഇക്വേഷൻ ആണ്. യെസ്, ഇതാണ് കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. കൺവേർഷന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് N2 equals N1 into M1 by M2 raised to A, L1 by L2 raised to B, and T1 by T2 raised to C. Equation എഴുതി വെച്ചോ. യെസ്, ഇക്വേഷൻ. ഇനി സാർ എന്താണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓരോ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ക്ലിയർ ആവും മക്കളെ. ഇതില് ഈ വണ്ണുകൾ എന്ന് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ, ഈ 1 എന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെയാണ്. അതായത് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാനാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതാണല്ലോ നമ്മുടെ ആപ്ലിക്കേഷൻ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദിക്കാനിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയണമെങ്കിൽ SI-ൽ നിന്ന് CGS-ലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്റെ ഉദാഹരണം ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ തെറ്റും. SI-ൽ നിന്ന് CGS-ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഏത് സിസ്റ്റത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും? SI-ൽ നിന്ന് നമ്മൾ CGS-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോണേ. ഇപ്പൊ 10 ന്യൂട്ടനെ എനിക്ക് CGS-ലേക്ക് കൺവേർട്ട് ചെയ്യണം. I want to convert 10 Newton into CGS. I want to convert 10 Newton into CGS. ഈ 10 ന്യൂട്ടൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? അല്ലടാ, 10 ന്യൂട്ടൺ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? പറ. അതെ, അത് ഏത് സിസ്റ്റത്തിലെയാണ്? അത് SI സിസ്റ്റത്തിലാണ്. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന സിസ്റ്റമാണ് SI സിസ്റ്റം. ഈ കേസിൽ മക്കളെ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റമാണ് SI സിസ്റ്റം ഈ കേസിൽ, ശരിയല്ലേ? ആ തന്നിരിക്കുന്ന സിസ്റ്റമാണ് ഈ 1 എന്നൊക്കെ പറയുന്നത്. അപ്പൊ വണ്ണുകൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സിസ്റ്റമാണ്. നമുക്ക് എവിടേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? പറ, എവിടേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഏത് സിസ്റ്റത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഈ എക്സാമ്പിൾ നോക്കി പറഞ്ഞേ മക്കളെ, CGS-ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സാറേ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞേട്ടാ, CGS-ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എവിടേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതാണ് 2 എന്ന് എഴുതി വെച്ചാണ്. സോ 2 എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്ത് എവിടേക്കാണ് എത്തേണ്ടത്, ഏത് സിസ്റ്റത്തിലേക്കാണോ മാറ്റേണ്ടത്, അതാണ് 2. 1 എന്ന് പറയുമ്പോൾ ഗിവൺ സിസ്റ്റം. ക്ലിയർ ആണോ സാർ പറഞ്ഞത്? 1 ഉം 2ന്റെ ഇത് മനസ്സിലായില്ലേ? അപ്പൊ 1 എന്ന് പറയുന്നത് ഗിവൺ സിസ്റ്റം ആണ്, തന്നിരിക്കുന്ന സിസ്റ്റം. 2 എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന സിസ്റ്റം. ക്ലിയർ ആയോ? ഇനി നമുക്ക് നോക്കാം N2 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? അപ്പൊ നമ്പർ ഇൻ സെക്കൻഡ്.
സെക്കൻഡ് സിസ്റ്റം. ഈ സെക്കൻഡ് സിസ്റ്റം ആരാ പറ? N2 എന്ന് പറയുമ്പോൾ നമ്പറിംഗ് സെക്കൻഡ് സിസ്റ്റം. ഈ സെക്കൻഡ് സിസ്റ്റം ആരാ? തന്നതാ കൺവേർട്ട് ചെയ്യണ്ടോ? അയ്യോ CGS എന്ന് പറയല്ലടാ കുട്ട, അതൊരു എക്സാമ്പിൾ ആണ് സാർ പറഞ്ഞത്. നമ്മുടെ എക്സാമ്പിൾ മാറ്റി വെക്കുക. ജനറൽ കേസ് പറ. ഗിവൺ സിസ്റ്റം ആണോ ടു ബി കൺവേർട്ടഡ് സിസ്റ്റം ആണോ? യെസ്, ഗിവൺ സിസ്റ്റം അല്ലല്ലോ, അല്ലെ? അവിടെ മാറ്റേണ്ട സിസ്റ്റം ആണ്. സോ മാറ്റേണ്ട സിസ്റ്റത്തിലെ നമ്പർ ഇൻ സെക്കൻഡ്. N1 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം മക്കളെ? നമ്പറിംഗ് പറ. നമ്പറിംഗ് സാറ് എഴുതി വെക്കാം. നമ്പറിംഗ് ഗിവൺ സിസ്റ്റം അല്ലെ? ഗിവൺ സിസ്റ്റം അതായത് സാർ എഴുതി വെക്കുന്നു തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ നമ്പർ. തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ നമ്പറാണ് N1. അപ്പൊ N2 എന്തായിരിക്കും? N2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? കൺവേർട്ട് ചെയ്യേണ്ട സിസ്റ്റത്തിൽ നമ്പർ അല്ലെ? കൺവേർട്ട് ചെയ്ത് മാറ്റേണ്ട സിസ്റ്റത്തിൽ നമ്പർ. ഓക്കെ, ക്ലിയർ ആയോ? നമ്പർ ഇൻ സിസ്റ്റം ടു വിച്ച് കൺവേർഷൻ ടേക്സ് പ്ലേസ് അല്ലെ? അത് മതി. യെസ്, അപ്പോ കൺവേർട്ട് ചെയ്ത് മാറേണ്ട സിസ്റ്റത്തിലെ നമ്പർ N1 തന്നിരിക്കുന്ന നമ്പർ. ക്ലിയർ ആണല്ലോ? തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ നമ്പർ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. CGS to SI ആണ് കൺവേർഷൻ എങ്കിൽ, CGS to SI ആണ് കൺവേർഷൻ എങ്കിൽ ആരാ സെക്കൻഡ്? ആലോചിച്ച് പറ. CGS to SI ആണ് കൺവേർഷൻ എങ്കിൽ, കൺവേർഷൻ CGS to SI ആണ്. അപ്പൊ ആരാ സെക്കൻഡ് സിസ്റ്റം? കൺവേർട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് സിസ്റ്റം. ഗിവൺ സിസ്റ്റം ആരാ? ഗിവൺ സിസ്റ്റം ആരാ? CGS. അതാണ് ഫസ്റ്റ്. കേട്ടോ? അപ്പൊ നമുക്ക് ഇനിയും അത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കാൻ സാറിന് പറ്റില്ല. കാരണം ഏറ്റവും ബേസ് ലെവലാ സാർ പറഞ്ഞുകൊണ്ടിരിക്കണേ. തന്നിരിക്കുന്നത് ഫസ്റ്റും കൺവേർട്ട് ചെയ്ത് മാറ്റേണ്ടത് സെക്കൻഡും ആണ്. കേട്ടാ? കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ്. അങ്ങനെ വെച്ചാലും മതി. കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡും തന്നിരിക്കുന്നത് ഫസ്റ്റും. ഓക്കെ, യെസ്. ഇനി M1 എന്തായാലും നോക്കൂട്ടാ. M1 സാർ ഇവിടെ എഴുതില്ല, നിങ്ങൾ എഴുതണം. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തന്നിരിക്കുന്ന സിസ്റ്റം. M1 എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്. ഓക്കെ, സാർ അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചാൽ മാസിന്റെ കാര്യം മാത്രം സാർ എഴുതി വെക്കാം. M1 തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്. തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്. സോ യൂണിറ്റ് ഇൻ ഗിവൺ സിസ്റ്റം, ദാറ്റ് ഈസ് M1. M2 എന്തായിരിക്കും? അപ്പൊ പറയണം മക്കളെ, M2 എന്തായിരിക്കും? M2 എന്തായിരിക്കും? M1 തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് ആണെങ്കിൽ M2 എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ടു വിച്ച് കൺവേർഷൻ ടേക്സ് പ്ലേസ് അല്ലെ? യൂണിറ്റ് ഓഫ് മാസ് ടു വിച്ച് കൺവേർഷൻ ടേക്സ് പ്ലേസ്. ശരിയല്ലോ മക്കളെ? യെസ്. അതായത് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ, മാസിന്റെ യൂണിറ്റ്. അപ്പൊ M1 തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്, M2 കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്. L1 പറ, ഞാൻ എഴുതില്ല അവിടെ. L1 നിങ്ങൾക്ക് പറയാം, തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ മാസിന്റെ ലെങ്ത്തിന്റെ യൂണിറ്റ് L1. L2 കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിന്റെ ലെങ്ത്തിന്റെ യൂണിറ്റ്. T1 തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ ടൈമിന്റെ യൂണിറ്റ്. T2 കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിന്റെ ടൈമിന്റെ യൂണിറ്റ്. ക്ലിയർ ആണോ സാർ പറഞ്ഞത്? ക്ലിയർ? യെസ്, അത്രയുള്ള പരിപാടി. ഇനി മുകളിൽ എഴുതിയിരിക്കുന്ന ABC അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മുകളിൽ എഴുതിയിരിക്കുന്ന ABC ആണ് മക്കളെ ഡയമെൻഷൻ. മുകളിൽ എഴുതിയിരിക്കുന്ന ABC ആണ് എന്ത്? ഡയമെൻഷൻ. അതാണ് ഡയമെൻഷൻ. അപ്പൊ മുകളിൽ എഴുതിയിരിക്കുന്ന ABC എന്ന് പറയുന്നത് ഡയമെൻഷൻ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ സാറ് ഇവിടെ ഇക്വേഷൻ ഓർമ്മിപ്പിച്ചേക്കണേ. N2 equals N1 into M1 by M2 raised to A, L1 by L2 raised to B, T1 by T2 raised to C. Okay, clear? 1 എന്ന് പറയുമ്പോൾ ഗിവൺ സിസ്റ്റം ആൻഡ് 2 എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട സിസ്റ്റം. ഫൈൻഡ് ഔട്ടിംഗ് സിസ്റ്റം ആണ്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട സിസ്റ്റമാണ് 2. N1 തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ നമ്പർ, N2 കണ്ടുപിടിക്കേണ്ട നമ്പർ. ഓക്കെ, കണ്ടുപിടിക്കേണ്ട നമ്പർ N2, N1 ഗിവൺ സിസ്റ്റത്തിലെ നമ്പർ, M1 ഗിവൺ സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്, M2 കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്, L1 ഗിവൺ സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ്, L2 കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ്, T1 ഗിവൺ സിസ്റ്റത്തിലെ ടൈമിന്റെ യൂണിറ്റ്, T2 കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിലെ ടൈമിന്റെ യൂണിറ്റ്. ABC ഡയമെൻഷൻ. ഓക്കെ, ABC. ക്ലിയർ ആയോ മക്കളെ?
Is that clear? Yes. Equation ഇത് വെച്ചുള്ള മക്കളെ, ഇക്വേഷൻ ഇത് വെച്ചല്ലേ? യെസ്. സാർ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം കേട്ടോ. ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യണം, അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. യെസ്. ക്വസ്റ്റ്യൻ ഇതാണ്, കൺവേർട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാ, കൺവേർട്ട് 1 Newton മതി. യെസ്, 1 Newton into dyne. Convert 1 Newton into dyne. Question. കണ്ടോ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ? ക്വസ്റ്റ്യൻ കൺവേർട്ട് 1 Newton into dyne. കൺവേർട്ട് 1 Newton into dyne എഴുതി വെച്ചോളാ. യെസ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ നോക്കൂ, 1 ന്യൂട്ടനെ എന്തിലേക്ക് മാറ്റണം? 1 ന്യൂട്ടനെ എന്തിലേക്ക് മാറ്റണം എന്നാ പറഞ്ഞത്? 1 ന്യൂട്ടനെ എന്തിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡൈനിലേക്ക് മാറ്റണം. DYNE കേട്ടോ, ഡൈൻ കേട്ടോ, DYNE. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, ക്വസ്റ്റ്യൻ കണ്ടാൽ യാതൊരു കാരണവശാലും പേടിക്കരുത്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു യൂണിറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് പരിചയമുള്ള ഒരു യൂണിറ്റ് അവിടെ ഉണ്ടോ? ക്വസ്റ്റ്യനിലുണ്ടോ? ഉണ്ട്. ആരാ? ന്യൂട്ടനാണ് കേട്ടോ. അപ്പൊ അത് ഏത് സിസ്റ്റം ആണ് മക്കളെ? നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അത് ഏത് സിസ്റ്റം ആയിരിക്കും? പറ. ഞാൻ പറഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അത് SI സിസ്റ്റം ആയിരിക്കും. സോ SI സിസ്റ്റത്തിലെയാണ് ഈ 1 Newton എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നിട്ടുണ്ട്, 1 Newton എന്ന് പറഞ്ഞ നമ്പർ അടക്കം തന്നിട്ടുണ്ട്. അപ്പൊ ഗിവൺ സിസ്റ്റം ആരാ? ഗിവൺ സിസ്റ്റം ആരാ? ഗിവൺ സിസ്റ്റം ആരാ? ഗിവൺ സിസ്റ്റം SI ആണ്. ഇനി എവിടേക്ക് കൺവേർട്ട് ചെയ്യേണ്ട മക്കളെ? ഏത് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട? പറ. ഏത് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട? ഡൈൻ. ഡൈൻ നിങ്ങൾ കേട്ടു പരിചയമുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞാ, ഡൈൻ നിങ്ങൾക്ക് കേട്ടു പരിചയമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കേട്ടു പരിചയമില്ലാത്ത സിസ്റ്റം CGS ആയിരിക്കും. നിങ്ങൾക്ക് കേട്ടു പരിചയമില്ലാത്ത യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ മക്കളെ CGS ആയിരിക്കും. അപ്പോ ചില കുട്ടികൾ ചോദിക്കും സാർ MKS വന്നൂടെ സാർ? FPS എന്ന് പറഞ്ഞ വേറൊരു സിസ്റ്റം നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ സാർ? അപ്പൊ CGS, FPS, MKS ഒക്കെ ഉള്ള പല സിസ്റ്റം വന്നിട്ടില്ലേ? പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് CGS ആണെന്ന് ഉറപ്പിച്ചു പറയുന്നത്? ഇത് FPS ആയിക്കൂടെ? FPS നമുക്ക് പരിചയമില്ലാത്തതല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അവർക്ക് ഞാൻ ആകെ കൂടി ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ മക്കളെ, FPS-ലേക്കുള്ള കൺവേർഷനും MKS-ലേക്കുള്ള കൺവേർഷനും നിങ്ങളോട് ചോദിക്കില്ല. കാരണം FPS-ലേക്കുള്ള കൺവേർഷൻ നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ, ഫ്രാക്ഷൻ വരുന്ന കാരണം കൊണ്ട് നിങ്ങളോട് ചോദിക്കില്ല. അപ്പോ FPS ആയിക്കൂടെ സാർ? നോ ചാൻസ് അറ്റ് ഓൾ. MKS ആയിക്കൂടെ? ചോദിക്കേ ഇല്ല. അപ്പൊ കൺവേർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? CGS-ലേക്ക് മാത്രമേ ചോദിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? CGS-ലേക്ക് മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ CGS എഴുതിക്കോ. FPS ചോദിക്കില്ലടാ. കിട്ടിയില്ലേ? കിട്ടിയ ആരോടാ പറയണേ സാർ ഇവിടെ? യെസ്. ഓക്കെ, അപ്പോ SI നിന്ന് CGS-ലേക്ക്, അതാണ് സെക്കൻഡ് സിസ്റ്റം, കൺവേർട്ട് ചെയ്യേണ്ട സിസ്റ്റം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഫസ്റ്റ് സിസ്റ്റം ആരാ? ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് സിസ്റ്റം ആരാ? SI ആണ്. സെക്കൻഡ് സിസ്റ്റം ആരാ? സെക്കൻഡ് സിസ്റ്റം CGS ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ന്യൂട്ടൺ എന്ന് പറയുന്ന ആരുടെ യൂണിറ്റാ? അത് അറിഞ്ഞിരിക്കണം, അത് അർത്ഥം അറിഞ്ഞിരിക്കേണ്ട കാര്യം. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ആരുടെ യൂണിറ്റാ? ആരുടെ യൂണിറ്റാ? SI യൂണിറ്റാണ്. മനസ്സിലായി? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫോഴ്സിന്റെ യൂണിറ്റാണ്. അപ്പൊ ഞാൻ ഇവിടെ ഫോഴ്സ് എന്ന് എഴുതിയിരിക്കുന്നു. ഫോഴ്സിന്റെ ഡയമെൻഷനും സാർ എഴുതുന്നു MLT⁻². ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതി വെച്ചു കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് സാർ ഇവിടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതി വെച്ചേ? കാരണം ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ സാർ എഴുതി വെച്ചു. ഇത്രയേ വേണ്ടോ? ഇനി നമുക്ക് നേരത്തെ ഇക്വേഷൻ എടുക്കാം. N2 = N1 into M1/M2⁴ L1/L2⁴ B T1/T2⁴ C. ഇത് എഴുതി വെച്ചോണ്ടാ. ABC എഴുതി വെക്കണം ABC. ക്ലിയർ? എഴുതി വെച്ചല്ലേ? ഇതെല്ലാത്തിലും എഴുതിക്കൊണ്ടിരിക്കട്ടെ. എല്ലാ കൺവേർഷനും ഇതെങ്ങനെ എഴുതി പോയിക്കൊണ്ടിരിക്കട്ടെ. ഇതാണ് സംഭവം. ഇനി N2 എന്താ? N2 മക്കളെ എന്താ? N2 കണ്ടുപിടിക്കേണ്ട സിസ്റ്റത്തിലെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണല്ലോ അല്ലെ? അപ്പോ N2 നമുക്കൊന്നും അറിയില്ല. N2 ഈക്വൽസ് കണ്ടുപിടിക്കേണ്ട സിസ്റ്റം.
നമ്പർ. n1 തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ നമ്പർ. n1 ഗിവൺ സിസ്റ്റത്തിലെ നമ്പർ. എത്ര ന്യൂട്ടനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞേ? എത്ര ന്യൂട്ടനെയാ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞേ? ഒരു നമ്പർ തന്നിട്ടുണ്ട് 1 ന്യൂട്ടനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞേ അല്ലെ? 1 ന്യൂട്ടനെ. സോ n1 എന്ന് പറയുന്നത് 1 ആണ്. കണ്ടോ? 1 ഇൻറ്റു സിമ്പിൾ ആണ് 1 ഇൻറ്റു. അപ്പൊ n1 എന്ന് പറയുമ്പോൾ 1 ആണ്, കാരണം 1 ന്യൂട്ടനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞേ. സിമ്പിൾ ആടാ, സിമ്പിൾ ആ. യെസ്. ഇനി m1 പറയേ, m1 പറയേ. റിച്ച് m1 എന്താ പറഞ്ഞേ? മാസിന്റെ യൂണിറ്റ്. എന്താ സാറ് കേൾക്കണേ? m1 എന്ന് പറയുമ്പോ എന്താ? ഗിവൺ സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് എന്നല്ല എഴുതി തന്നത്, മാസിന്റെ യൂണിറ്റ് എന്നാണോ എഴുതി തന്നത് m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറ. m1 ഈസ് ദ ഗിവൺ സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്, യൂണിറ്റ് ഓഫ് മാസ് ഇൻ ഗിവൺ സിസ്റ്റം. ഗിവൺ സിസ്റ്റം ആരടാ? SI. SI യുടെ മാസിന്റെ യൂണിറ്റ് ഏതാ? SI യുടെ മാസിന്റെ യൂണിറ്റ് പറ. ആരോടാ സാറ് പറയണേ? യെസ്, കിലോഗ്രാം ബൈ m2. കൺവേർട്ട് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ്, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന സിസ്റ്റം CGS ആ. കൺവേർട്ട് ചെയ്യാൻ പോകുന്ന സിസ്റ്റം CGS ആ. CGSന്റെ മാസിന്റെ യൂണിറ്റ് ഗ്രാം എന്നാ. ഗ്രാം റേസ് ടു L1 തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ്, ലെങ്ത്തിന്റെ യൂണിറ്റ് പറ. SI സിസ്റ്റത്തിലെ ലെങ്ത്തിന്റെ യൂണിറ്റ് പറ. മീറ്റർ ഡിവൈഡ് ബൈ L2. കൺവേർട്ട് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിലെ യൂണിറ്റ്, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന സിസ്റ്റം CGS, CGSലെ യൂണിറ്റ് സെന്റിമീറ്റർ. അടുത്തത് തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ ടൈമിന്റെ യൂണിറ്റ്, തന്നിരിക്കുന്ന സിസ്റ്റം SI, തന്നിരിക്കുന്ന സിസ്റ്റം SI, SIയിലെ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. CGSലെ ടൈമിന്റെ യൂണിറ്റ്, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിലെ ടൈമിന്റെ യൂണിറ്റ് അതും സെക്കൻഡ് റേസ് ടു. ഇനി ABC എന്ന് പറഞ്ഞാ? ABC എന്ന് പറഞ്ഞാ ABC എന്താ സാറ് പറഞ്ഞ? ABC ഡയമെൻഷൻ. നമ്മളിവിടെ ഡയമെൻഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഫോഴ്സിന്റെ. നമ്മളിവിടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഫോഴ്സ്? വൈ ഫോഴ്സ്? കാരണം ന്യൂട്ടൺ ആരെ യൂണിറ്റാ? ന്യൂട്ടൺ ആരെയാ? ഫോഴ്സിന്റെയാണ്. ന്യൂട്ടൺ ആരെയാ? ഫോഴ്സിന്റെയാണ്. ഫോഴ്സിന്റെ എമ്മിന്റെ മുകളിൽ എത്രയാണ് മക്കളെ? 1. എല്ലിന്റെ മുകളിൽ എത്രയാണ് മക്കളെ? 1. ടൈമിന്റെ മുകളിൽ എത്രയാണ് മക്കളെ? -2. അപ്പോ ഇവിടെ എമ്മിന്റെ മുകളിൽ 1, ടൈമിന്റെ മുകളിൽ 1, ഐ മീൻ ലെങ്ത്തിന്റെ മുകളിൽ 1, ടൈമിന്റെ മുകളിൽ -2. കണ്ടോ? ABCക്ക് പകരം സാറ് ഫോഴ്സിന്റെ ഡയമെൻഷൻസ് എഴുതി വെച്ചു. ക്ലിയർ? Is that clear for you? Yes. So n2 equals മക്കളെ 1 into നോക്കണം മക്കളെ. കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാ? നിങ്ങൾക്ക് നോക്കി, അടിയിൽ ഗ്രാമാ, മുകളിൽ കിലോഗ്രാമാ. നമുക്ക് രണ്ടിനെയും ഗ്രാമിലേക്ക് മാറ്റാം. 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാ? അറിയാലോ? യെസ്, 1000 ആണ്. സോ 1000 ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം അല്ലെ? 1000 ഗ്രാം ബൈ ഗ്രാം. മക്കളെ കിലോഗ്രാമിന് സാറ് 1000 ഗ്രാമിന് എഴുതി, ബുദ്ധിമുട്ടുണ്ടോ? റേസ് ടു 1. ഇനി മീറ്റർ, എത്ര സെന്റിമീറ്റർ ഒരു മീറ്റർ? കണ്ടോ? മുകളിൽ മീറ്റർ, താഴെ സെന്റിമീറ്റർ, രണ്ടിനും കൂടി ഒരുമിച്ചാക്കുക. അത്ര ചെയ്തിട്ടുള്ളോ? എത്ര 100 സെന്റിമീറ്റർ. യെസ്, 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ ബൈ സെന്റിമീറ്റർ റേസ് ടു 1. ഇനി സെക്കൻഡ് ബൈ സെക്കൻഡ് വെട്ടിപ്പോയി, പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല, 2 സെക്കൻഡ് ആണ് വെട്ടിപ്പോയി. 1 റേസ് ടു -2. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ മക്കളെ? ഇതുവരെ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട, കഴിഞ്ഞുട്ടാ, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി സാറ് ചെയ്യണം, ശ്രദ്ധിച്ചോളോ. ഗ്രാമം വെട്ടി, സെന്റിമീറ്റർ വെട്ടി. കണ്ടാ? വെട്ടി കളയാൻ വേണ്ടിട്ട് സെന്റിമീറ്ററിലേക്ക് ഗ്രാമിലേക്ക് മാറ്റിയത് വെട്ടി. ബാക്കി എന്താ വരാം? n2 equals 1 into 1000 raised to 1 എത്രയാണ് മക്കളെ? 1000 raised to 1 എത്രയാണ്? ചോദിക്കരുത് സാർ. 1000 raised to 1 1000 ആണ്. into 100 raised to 1 100 raised to 1 100 ആണ്. into 1 raised to -2 1 raised to -2. അത് ഞങ്ങൾക്ക് അറിയില്ല സാർ, 1 raised to -2. ഒന്നിന്റെ മുകളിൽ എന്ത് വന്നാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഒന്നിന്റെ മുകളിൽ എന്ത് വന്നാലും ഒന്ന് തന്നെയാണ്. സോ n2 ഈക്വൽസ് എന്ത് വരും മക്കളെ? 1 3 0 2 0, that is 10 raised to 5. ശരിയല്ലേ? 1 2 3 4 5 5 0 ഉണ്ട്. അപ്പൊ നമുക്ക് 10 raised to 5 കൊടുക്കാം. സോ n2 ഈക്വൽ എന്ത് വരും മക്കളെ? n2 ഈക്വൽസ് എന്ത് വരും? n2 ഈക്വൽസ് 10 raised to 5 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം മക്കളെ? 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു എത്ര ഡയൻ ആയിരിക്കും?
1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. കേട്ടോ? അപ്പൊ N2 സെക്കൻഡ് സിസ്റ്റം CGS സിസ്റ്റം. N2 ഗിവൺ സിസ്റ്റം അല്ല, കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റം CGS സിസ്റ്റം. CGS സിസ്റ്റത്തിലെ നമ്പർ എത്ര കിട്ടി? 10⁵ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് CGS ൽ എത്രയാണ്? 10⁵ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ 2-3 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, 2-3 പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2 പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ കാര്യം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിക്കോളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റൈറ്റ്.